ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് +2 ലെവൽ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8/6/2024 നടന്ന CPO എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പം 16 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചത്. ഇനി 17 മുതൽ നോക്കാം. 17 സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിന് പറയുന്നത് GDP. ഇനി കമ്പോള വിലയിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം അതിന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നാണ്. GDP-MB. അപ്പോൾ GDP-MB എന്ന് പറഞ്ഞാൽ കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം അറിയപ്പെടുന്ന പേരാണ് GDP-MB. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇനി ഘടക ചെലവിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, GDP-FC എന്ന് പറയും. അപ്പം എന്ന് പറഞ്ഞാൽ ഘടക ചെലവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം അറിയപ്പെടുന്നതാണ് GDP-FC അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് അഥവാ ഘടക ചെലവിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 2024-25 യൂണിയൻ ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമൻ. അപ്പം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2024-25 ഇടക്കാല ബജറ്റ് നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഡേറ്റാണ് 2024 ഫെബ്രുവരി 1. 2024-25 ഇടക്കാല ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച തീയതി. ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2024-25 സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 2024 ജൂലൈ 23. അപ്പം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2024-25 സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഡേറ്റാണ് 2024 ജൂലൈ 23. അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19 താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബിയും സിയും ശരി. ഏതൊക്കെയാണ് ശരി? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇനി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്, അതിന് കാലാവധിയില്ല. എങ്കിൽ ഒരു രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ്. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ഇനി ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും
6 വർഷമാക്കി വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി നിയമമാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിയമം 1976. അപ്പം 42ാം ഭേദഗതി നിയമം 1976 മൂലമാണ് ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി വർദ്ധിപ്പിച്ചത്. അപ്പം 42ാം ഭേദഗതി നിയമം അറിയപ്പെടുന്നതാണ് മിനി ഭരണഘടന. അപ്പം മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏത് ഭേദഗതി നിയമമാണ്? 42ാം ഭേദഗതി നിയമമാണ്. അപ്പം 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി. അപ്പം പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യൂറലിസം, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി നിയമം 1976. അപ്പോൾ ഈ നിയമം മൂലമാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിയമം 1976 ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യൂറലിസം, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. പിന്നീട് എന്താണ്? ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി വർദ്ധിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20 താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ, ബി, ഡി തെറ്റ്. തെറ്റായിട്ടുള്ളത് ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FBTP അനുസരിച്ചാണ്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അപ്പോൾ ഇത് മൂന്നും തെറ്റാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ലോക്സഭയുടെ അല്ലെങ്കിൽ ലോക്സഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോക്സഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും തിരികെ 5 വർഷമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി നിയമം. 1978 നിലവിൽ വന്നത്. അപ്പോൾ ലോക്സഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും തിരികെ 5 വർഷമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി 1978 നിലവിൽ വന്നു. ഇനി രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പരോക്ഷമായ തിരഞ്ഞെടുപ്പ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി പരോക്ഷമായ തിരഞ്ഞെടുപ്പ്. ലോക്സഭാ അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന രീതിയാണ് FPTP, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. FPTP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ലോക്സഭാ അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന രീതി. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഏതാണ്? പരോക്ഷമായ തിരഞ്ഞെടുപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21 താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അംബേദ്കർ എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നു. 1920 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ രൂപം നൽകിയതാരാ? BR അംബേദ്കർ ആണ്. 1920 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ ആരാ രൂപം നൽകിയത്? അംബേദ്കർ. 1936 അംബേദ്കർ സ്ഥാപിച്ച പാർട്ടിയാണ് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി. 1936 അംബേദ്കർ സ്ഥാപിച്ച പാർട്ടിയാണ് ഏത്? ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആണ് സ്വതന്ത്ര ലേബർ പാർട്ടി. സ്ഥാപിച്ചത് 1936. 1942
ഇതിൻ്റെ പേര് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നാക്കി മാറ്റി. അപ്പോൾ ഈ സ്വതന്ത്ര ലേബർ പാർട്ടി അഥവാ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി 1942 ആയപ്പോഴേക്കും ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പേരിലാക്കി മാറ്റി. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനത്തിലും പ്രതിനിധിയായിരുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. 1930, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. അപ്പോൾ ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇനി അംബേദ്കറുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ദ അൺടച്ചബിൾസ്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ബുദ്ധ ഓർ കാൾ മാർക്സ്, ഹൂ വെയർ ശൂദ്രാസ്. അപ്പോൾ ഇതാണ് അംബേദ്കറിൻ്റെ കൃതികൾ. ഇതും കൂടെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങളിൽ. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത് എന്നാണ്? 1959 ഒക്ടോബർ 2-നാണ്. 1959 ഒക്ടോബർ 2-ലാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത്. എവിടെയാണ്? നാഗൂർ ജില്ലയിലാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത്. നാഗൂർ ജില്ല. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജിനെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്. അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജിനെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. അടിയന്തരാവസ്ഥ ജർമ്മനി. പിന്നീട് ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക. അവശിഷ്ട അധികാരങ്ങൾ കാനഡ എന്നാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി തിരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടനുമായിട്ടാണ് കടപ്പെട്ടിരിക്കുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നും കടമെടുത്തതാണ്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം കാനഡയിൽ നിന്നും കടമെടുത്തതാണ്. സ്വതന്ത്ര വ്യാപാരം ആസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, സർക്കാരിയ കമ്മീഷൻ. ഇനി ഇതിനകത്തുള്ള ഓപ്ഷൻസ് നോക്കാം. മണ്ഡൽ കമ്മീഷൻ എന്താണ്? പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. ഷാ കമ്മീഷൻ ഇന്ത്യൻ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന എല്ലാ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ. കോത്താരി കമ്മീഷൻ 1968 ദേശീയ വിദ്യാഭ്യാസ നയവുമായി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. എന്താണ് കോത്താരി കമ്മീഷൻ? 1968 ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 1-2 കമ്മീഷൻസ് നോക്കാം. ജസ്റ്റിസ് A.S. ആനന്ദ് കമ്മീഷൻ. എന്താണ്? മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. ജസ്റ്റിസ് A.S. ആനന്ദ് കമ്മീഷൻ. നാനാവതി കമ്മീഷൻ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് നാനാവതി കമ്മീഷൻ. അക്ബർത്ത് കമ്മിറ്റി പൊതു ബജറ്റിൽ നിന്നും റെയിൽവേ ബജറ്റ് വേർപെടുത്തലുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അക്ബർത്ത് കമ്മിറ്റി. സന്താനം കമ്മിറ്റി
പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട കമ്മീഷൻസാണ്. അപ്പോൾ ഇതും കൂടെ നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഓരോന്നും റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടുള്ളത് നല്ലപോലെ പഠിച്ചു വെക്കുക. പരീക്ഷകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതെന്നാണ്. ഓക്കെ.